ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ? സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ്, ഇൻകം ആൻഡ് ഫ്രീഡം. കേരളത്തിൽ പഠനം, ഉത്തരേന്ത്യയിൽ പരിശീലനം, വിദേശത്ത് ജോലി. പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. കൂടുതലറിയാൻ വിളിക്കൂ www.bridco.co.in. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, JRJ കോംപ്ലക്സ്, മെയിൻ റോഡ്, ഒറ്റപ്പാലം. കരുവന്നൂർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ MP രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ സന്ധ്യ കൊടക്കാടത്ത് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രകടനത്തിന് ശേഷം വരവൂർ സെന്ററിൽ വെച്ച് നടന്ന പൊതുയോഗം മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ സന്ധ്യ കൊടൈക്കാടത്ത് ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ ബാങ്ക് വിഷയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചു കാലങ്ങളായി നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നേരിട്ട് ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കരുവന്നൂർ ബാങ്ക് കൊള്ള എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വരുന്നത് വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്നാണ്. ഞാൻ അവിടുത്തെ ഒരു ജനപ്രതിനിധി കൂടിയാണ്. എന്റെ നഗരസഭയിലെ ഒരു ജനപ്രതിനിധി, അവിടുത്തെ ഒരു കൗൺസിലർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന PR അരവിന്ദാക്ഷൻ ഈ കരുവന്നൂർ കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 14 മാസമാണ് ജയിലിൽ കിടന്നത്. ED ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ കുറ്റപത്രം സമർപ്പിക്കലും ഒക്കെ ആയിട്ട് 14 മാസമാണ് അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കുറ്റപത്രമാണ് ഇന്നലെ 2 ദിവസത്തിന് മുൻപായിട്ട് ED സമർപ്പിച്ചത്. ഈ കുറ്റപത്രത്തില് CPMന്റെ സമുന്നതരായ നേതാക്കൾ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകള് പ്രതിപട്ടികയിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടിയും അതില്ല എന്ന് നടിച്ച് അത് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന CPIMന് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? CPIMന്റെ ഉന്നതരായ നേതാക്കൾ, അതായത് ചേലക്കര അസംബ്ലി മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചുള്ള MLAയും മന്ത്രിയും ഇപ്പോ ആലത്തൂരിന്റെ MP-യുമായ കെ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ കുന്നംകുളം അസംബ്ലി മണ്ഡലത്തിന്റെ MLA AC മൊയ്തീൻ, അതുപോലെ തന്നെ MM വർഗീസ്, ഇതൊന്നും പോരാതെ ഞങ്ങളുടെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയിലെ മറ്റൊരു കൗൺസിലർ കൂടിയായിട്ടുള്ള മധു അമ്പലപുരം, ഇങ്ങനെ പ്രമുഖരായ നേതാക്കളാണ് CPMന്റെ ഇപ്പോ പ്രതിപട്ടികയിലുള്ള നമ്മൾ എടുത്തു പറയുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ബാക്കി 83 പേരുടെ പേരിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് AA മുസ്തഫ അധ്യക്ഷനായിരുന്നു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PS രാജൻ, PV വാപ്പുട്ടി, K മോഹനൻ, വാർഡ് പ്രസിഡന്റ് ഷൈജു, MS രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിഥുൻ രാജ്, ഇബ്രാഹിം സയ്യിദ് മുഹമ്മദ്, രാധാകൃഷ്ണൻ, KB പ്രദീപ്, ഹരിലാൽ സുകുമാർ, ഷമീർ തളി, ഖാദർ തുടങ്ങിയവർ പ്രകടനത്തിനും പൊതുയോഗത്തിനും നേതൃത്വം നൽകി. റൈറ്റ് വിഷൻ ന്യൂസ്, വരവൂർ. കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയതിളക്കത്തിന്റെ 29ാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKGയിലേക്കും 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു. കൂടാതെ ഈ വർഷം മുതൽ 6ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം, വാഹന സൗകര്യം, ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറ സംവിധാനവും. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.